വെൽക്കം ബാക്ക്. ഇന്നിപ്പോ ഞാൻ കുറെ നാളായിട്ട് എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് വരുന്ന സ്കിൻ കെയർ, ബോഡി കെയർ, ലിപ് കെയർ പ്രോഡക്ട്സ് ആണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത്. ഞാനിപ്പോ ഇത് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ അതും വിചാരിച്ചു ഹെയർ കെയർ പ്രോഡക്ട്സ് കാണിക്കാന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു സ്കിൻ കെയറിൽ നമുക്ക് തുടങ്ങാം വിചാരിച്ചു. അപ്പം എന്തൊക്കെയാന്ന് നോക്കിയാലോ. അപ്പൊ നമ്മുടെ സ്കിൻ കെയറിൽ ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് നമ്മുടെ ഫേസ് വാഷ് ആണ്. ഇതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന രണ്ട് ഫേസ് വാഷ്. ഫസ്റ്റ് വൺ ഇത് പ്ലമ്മിന്റെ ആണ്. പ്ലമ്മിന്റെ ഞാൻ എപ്പോഴും ഇങ്ങനെ എന്താണ് മോർണിംഗ് ടൈമിലാണ് കേട്ടോ യൂസ് ചെയ്യാറ്. ഇത് ഇത് ഞാൻ ഇങ്ങനെ ഇടയ്ക്കൊക്കെയാണ് യൂസ് ചെയ്യാം. മിക്കവാറും നൈറ്റ് ടൈംസിൽ നമുക്ക് ഈ പിമ്പിൾസ് ഒക്കെ വരുമല്ലോ. അപ്പൊ പിമ്പിൾസ് ഒക്കെ വരുന്ന ടൈമിൽ യൂസ് ചെയ്യുന്നതാണ് ഈ ഹിമാലയയുടെ നെയിം ഫേസ് വാഷ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് യൂസ് ചെയ്ത് തീർന്നു. ഇത് ഓൾറെഡി ഞാൻ എന്താണ് റീസ്റ്റോക്ക് ചെയ്തിട്ടില്ല. ഇതിനൊരെണ്ണം വാങ്ങിക്കണം. പ്ലമ്മിന്റെ ഇത് റൈസ് വാട്ടർ ആൻഡ് നയാസിനിമേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ്. ഇത് നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ആക്കാനായിട്ട് നല്ലോണം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് വാഷ് ആണ് കേട്ടോ. നമ്മളിപ്പോ എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് നമ്മളിങ്ങനെ ടയേർഡ് ആയിട്ടൊക്കെ വരികയാണെങ്കിൽ ഇതിട്ട് നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ്ലി ഒരു ബ്രൈറ്റ്നസ് നമുക്ക് നമ്മുടെ ഫേസിൽ കിട്ടും കേട്ടോ. ഇതിപ്പോ ഏകദേശം കഴിയാനായി. ഞാൻ ഓൾറെഡി ഇത് അടുത്തത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതുപോലെ ഇങ്ങനെ എന്താണ് പർപ്പിളിലും അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ ഇങ്ങനെ സെയിലൊക്കെ വരുമല്ലോ, നൈക്കിലൊക്കെ സെയിലൊക്കെ വരുമല്ലോ. അപ്പൊ സെയിലൊക്കെ വരുന്ന സമയത്ത് ഞാൻ എന്റെ എന്തെങ്കിലുമൊക്കെ പ്രോഡക്ട്സ് തീരാറായിട്ടുണ്ടെങ്കിൽ ഞാനത് റീസ്റ്റോക്ക് ചെയ്ത് വയ്ക്കും. അപ്പൊ ഇതാണ് കേട്ടോ എന്റെ ഫേവറേറ്റ് ഫേസ് വാഷ് ആണ് കേട്ടോ. ഒരുപാട് ഫേസ് വാഷസ് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതെന്റെ ഫേവറേറ്റ് ഫേസ് വാഷ് ആണ് ഈ പ്ലമ്മിന്റെ ഫേസ് വാഷ്. പിന്നെ ഇത് ഹിമാലയ. ഇത് എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഫേസ് വാഷ് ആണ് കേട്ടോ. പിമ്പിൾസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നന്നായിട്ട് പെട്ടെന്ന് തന്നെ പിമ്പിൾസ് അങ്ങ് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഫേസ് വാഷ് ആണ്. ഇതാണ് ഫസ്റ്റ് വൺ. പിന്നെ അടുത്തത് ടോണർ. ടോണർ എന്റെ കയ്യിലുള്ളത് ഈ പ്ലമ്മിന്റെ നയാസിനിമേഡ് ടോണർ തന്നെയാണ് കേട്ടോ. ഇത് ഇതുപോലെ തന്നെ നമ്മുടെ സ്കിന്നെ നന്നായിട്ട് ബ്രൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇത് എല്ലാവർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ടോണറാണ് കേട്ടോ. ഇതിപ്പോ നമ്മളൊരു ബോട്ടിൽ വാങ്ങിക്കുകയാണെങ്കിൽ ഒരു 6-8 മാസം, എനിക്കൊക്കെ ഒരു 8 മാസത്തോളം നിൽക്കാറുണ്ട് കേട്ടോ. ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് ആയില്ലേ, ഇത് ഏപ്രിൽ മാസം തൊട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടാണ്. ഇപ്പൊ തന്നെ ഒരു 3-4 മാസം കഴിഞ്ഞിട്ടില്ലേ, അപ്പോഴേക്കും ഇത്ര ആയിട്ട് ഉണ്ട്. പിന്നെ ഒരു 6 മാസമൊക്കെ എന്തായാലും നിൽക്കും കേട്ടോ. അപ്പൊ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വേറൊരു ടോണറും നോക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു ടോണറാണ്. പിന്നെ ടോണറിന്റെ ഇതിൽ തന്നെ ഞാൻ ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ റോസ് വാട്ടർ ഞാൻ ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെയുള്ളത് മോയ്സ്ചറൈസറും പ്ലമ്മിന്റെ നയാസിനിമേഡ് മോയ്സ്ചറൈസർ തന്നെയാണ് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഇതിപ്പോ ഞാൻ പുതിയതായിട്ട് വാങ്ങിയതാണ്. അത്രയും കേട്ടോ. ജസ്റ്റ് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. കാണാൻ പറ്റുന്നുണ്ടോ? ഇതിന് മുന്നത്തെ എം ഡി ആണ് കേട്ടോ. യൂസ് ചെയ്ത് തുള്ളി പോയില്ല, അതുപോലെ യൂസ് ചെയ്ത് തീർത്തിട്ടുണ്ട്. മോയ്സ്ചറൈസർ ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ. സെയിൽ വരുന്ന ടൈമിൽ ഞാൻ 1-2 വാങ്ങി സ്റ്റോക്ക് ചെയ്ത് വെക്കും. കാരണം നമ്മൾക്ക് ഡെയിലി വേണ്ടതാണല്ലോ, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതല്ലേ. പിന്നെയുള്ളത് സെറം ആണ്. ഞാൻ ഇങ്ങനെ സ്കിൻ കെയറിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് കേട്ടോ പറയുന്നത്. സെറം ഇതുപോലെ തന്നെ എന്റെ ഓൾ ടൈം ഫേവറേറ്റ് സെറാണ് പ്ലമ്മിന്റെ റൈസ് വാട്ടർ ആൻഡ് നയാസിനിമേഡ് എന്ന് പറയുന്ന സെറമാണ്. ഇത് ഞാൻ ഡെയിലി മോർണിംഗ് ടൈമിലാണ് യൂസ് ചെയ്യുന്നത്. എന്റെ മോർണിംഗ് സ്കിൻ കെയറിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നതാണ്. പിന്നെ കുറേ എന്ന് പറഞ്ഞാൽ കുറേ വർഷം 1-2 വർഷമെങ്കിലായിട്ടുണ്ട് ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. നല്ല സെറമാണ് കേട്ടോ. ഇതും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സെറമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു നയാസിനിമേഡ് സെറം ഏതാണെന്ന് വെച്ചാൽ അത് പ്ലം ആയിരിക്കും കേട്ടോ. എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള റൈറ്റ് ആണ്. പിന്നെ ഞാനിത് ഡോക്കിന്റെ നയാസിനിമേഡ് സെറം തന്നെയാണ്. നയാസിനിമേഡ് അല്ല, ആൽഫ ആർബുട്ടിക് സെറം. ഇത് ഞാൻ ഒരു ബോട്ടിലാണ് വാങ്ങിച്ചു നോക്കിയുള്ളൂ. അതും കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റിയില്ല. എന്റെ ഇത് താഴെ വീണിട്ട് കുറേയൊക്കെ അങ്ങ് മറിഞ്ഞു പോയി. അപ്പൊ ഇത് ഞാൻ ഫുൾ ആയിട്ട് യൂസ് ചെയ്തിട്ടില്ല. ഇത് പിഗ്മെന്റേഷന് വേണ്ടിയിട്ടുള്ള സെറമാണ് കേട്ടോ. അപ്പം ഞാൻ പിഗ്മെന്റേഷൻ കുറയ്ക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ കുറയ്ക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരു ബോട്ടിൽ പോലും ഞാൻ ഫുൾ ആയിട്ട് യൂസ് ചെയ്തില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ റിസൾട്ട് പറയാനായിട്ട് പറ്റില്ല. പിന്നെ ഞാനിത് റീപർച്ചേസ് ചെയ്തില്ല. ഇതുപോലെ ഒരു പ്രാവശ്യം തോന്നപ്പോ എനിക്ക് ഇത് താഴ്ന്നു പോയതാണ്. അത് ഞാൻ പർച്ചേസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മളൊരു 3 മന്തെങ്കിലും യൂസ് ചെയ്താലേ നമുക്ക് അതിന്റെ റിസൾട്ട് അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഇത് റീപർച്ചേസ് ചെയ്ത് നോക്കട്ടെ. ഒരു 2-3 പ്രാവശ്യം കൂടെ യൂസ് ചെയ്തിട്ട് ഞാൻ പറയട്ടെ അത് പിഗ്മെന്റേഷൻ കുഴപ്പമില്ല വരുന്നത്. പിന്നെ ഞാനിത് റീസെന്റ് എന്റെ സ്കിൻ കെയറിലേക്ക് ആഡ് ചെയ്താണ് കേട്ടോ. ഹൈഫന്റെ ഡുവൽ ഫേസ്
അഡ്വാൻസ്ഡ് ഡീപിലേഷൻ സെറം ആണ് കേട്ടോ. ഞാൻ കുറച്ചായിട്ടുള്ളൂ യൂസ് ചെയ്യാനായിട്ട്. ഇതുണ്ട്, ഇതിങ്ങനെ ഡ്യുവൽ എന്താ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ക്ലിയർ ആവുന്നത്. ഇത്രയും ഭാഗം ഒരു ഓറഞ്ച് കളറും ഇത്രയും ഭാഗം പിങ്ക് കളറുമാണ് കേട്ടോ. നമ്മളിതിങ്ങനെ മിക്സ് ആക്കുമ്പോൾ അതിങ്ങനെ കുറ്റി കഴിയുമ്പോൾ അതിങ്ങനെ മിക്സ് ആയിട്ട് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലേക്ക് വരും കേട്ടോ. അങ്ങനെയാണ് നമ്മളിത് യൂസ് ചെയ്യേണ്ടത്. ഇത് ഞാനിപ്പോൾ നൈറ്റ് സ്കിൻ കെയറിലാണ് കേട്ടോ. ഒരു 2 വീക്സ് എന്തോ ആയിട്ടേ ഉള്ളൂ ഞാനിത് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ റിസൾട്ട് പറയാനായിട്ടില്ല. അത് നല്ലോണം പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ട്. അപ്പം നോക്കട്ടെ, യൂസ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഹൈഫ്രണ്ട് ഒരു പ്രോഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കുന്നത്. നല്ലതാണ്, കൺസിസ്റ്റൻസി ഒക്കെ നല്ലതാണ്. നമ്മുടെ സ്കിന്നിലോട്ട് നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഒബ്സർവ് ആവുകയൊക്കെ ചെയ്യും. അപ്പം ഞാനിത് നൈറ്റ് ടൈമാണ്. ഒരു 2 വീക്സ് കൊണ്ട് 2 വീക്സ് ആയിട്ടുള്ളൂ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഇത് പിഗ്മെന്റേഷൻ കുറയ്ക്കുന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോസിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പൊ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു, യൂസ് ചെയ്യാനൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിന്റെ റിസൾട്ട് ഞാൻ പറയാം. പിന്നെ ഉള്ളത് സൺസ്ക്രീൻ ആണ്. സൺസ്ക്രീൻ ഇതുപോലെ തന്നെ പ്ലമ്മിന്റെ തന്നെയാണ് കേട്ടോ. പ്ലമ്മിന്റെ നയാസിനമൈഡ്. ഞാൻ എന്റെ സ്കിൻ കെയർ എല്ലാം തന്നെ അധികം യൂസ് ചെയ്യുന്ന പ്ലമ്മിന്റെ ഈ നയാസിനമൈഡ് റേഞ്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ റീസൺ എന്താന്ന് വെച്ചാല് നയാസിനമൈഡ് എന്ന് പറയുന്നത് നല്ലൊരു ബ്രൈറ്റനിങ് ഏജന്റ് ആണ്. നമ്മുടെ സ്കിന്ന് നല്ലോണം ബ്രൈറ്റ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഞാനിത് കുറെ നാളായിട്ട് യൂസ് ചെയ്യുന്നു. അപ്പൊ എന്റെ സ്കിൻ ഇങ്ങനെ ബ്രൈറ്റൻ ആക്കുന്നുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ഞാനിത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഇത് തന്നെ യൂസ് ചെയ്യാൻ കേട്ടോ. പിന്നെ പ്ലമ്മിന്റെ ഈ സൺസ്ക്രീനിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ചെറിയൊരു വൈറ്റ് കാസ്റ്റ് ഉണ്ട്, വളരെ ചെറുതായിട്ടുള്ളൂ. ഒരു നമ്മൾ അപ്ലൈ ചെയ്തിട്ട് 2-3 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും അത് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആയിക്കോളും. പിന്നെ അത് കുഴപ്പമില്ല കേട്ടോ. അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതായത് നന്നായിട്ട് കളറുള്ളവര് നല്ല ഫെയർ സ്കിൻ ആണെങ്കിൽ അങ്ങനെ വൈറ്റ് കാസ്റ്റ് അറിയില്ല. എന്നെ പോലത്തെ കുറച്ച് മീഡിയം സ്കിൻ ഒക്കെ ആണെങ്കിൽ കുറച്ച് അറിയാൻ പറ്റും, വൈറ്റ് കാസ്റ്റ് ഉള്ളതായിട്ട് കുറച്ച് അറിയാൻ പറ്റും. അപ്പൊ ഒരു 2-3 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും അത് സ്കിന്നിലോട്ട് അബ്സോർബ് ആവും കേട്ടോ. പിന്നെ അത് കുഴപ്പമില്ല. ഇതാണ്. പിന്നെ അതെ, ഞാൻ ഈ പറഞ്ഞ റീസെന്റ് ഞാൻ ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയ സൺസ്ക്രീൻ ആണ് കേട്ടോ. ഡെവ്ഡോക്കിന്റെ പർപ്പിൾ സൺസ്ക്രീൻ. ഞാനിപ്പോ അതേ കുളി കഴിഞ്ഞ് വന്നിരുന്നോണ്ട് മുടി ഉണങ്ങിയിട്ടില്ല, ആകൊരു ബുദ്ധിമുട്ട്. അപ്പോ ഡെവ്ഡോക്കിന്റെ കേട്ടോ. ഇത് ഞാൻ ഈ റീസെന്റ് മേടിച്ചിട്ടുള്ളൂ. നല്ലൊരു പർപ്പിൾ കളറുള്ള, എല്ലാവർക്കും അറിയായിരിക്കും. ഭയങ്കര ഹൈപ്പിൽ നിൽക്കുന്ന ഒരു സൺസ്ക്രീൻ ആണ്. ഇത് നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ആക്കും എന്നാണ് പറയുന്നത്. അപ്പം അതിന്റെ റിസൾട്ട് പറയാൻ പാകത്തിന് ഞാനിത് യൂസ് ചെയ്ത് നോക്കിയില്ല കേട്ടോ. അപ്പൊ ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ ഇതിന്റെ റിസൾട്ട് പറയാതെ. അപ്ലൈനൊക്കെ നല്ല രസമാണ്. നല്ലൊരു പർപ്പിൾ കളറാണ്. നമ്മൾ ആ ക്രീം ഉണ്ടല്ലോ, പർപ്പിൾ കളറാണ്. പക്ഷെ നമ്മളത് ഫേസിൽ ഇട്ട് കഴിയുമ്പോഴത്തേനും പിന്നെ അത് പെട്ടെന്ന് അബ്സോർവ് ആയി പോകും കേട്ടോ. അപ്പം അങ്ങനെ ആ കളർ അങ്ങനെ അറിയാനൊന്നും ഇല്ല. അപ്പൊ ഇത് നോക്കട്ടെ. ഇതെന്റെ ഫസ്റ്റ് പർച്ചേസ് ആണ്. ഇപ്പൊ ഒരു 2-3 ടൈംസ് ആണ് ഞാനിത് യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ളൂ. ആണ് ഇതിന്റെ റിസൾട്ട് പറയാറായിട്ടില്ല കേട്ടോ. പിന്നെ ഉള്ളത് സ്കിൻ കെയറിന്റെ കാര്യത്തിൽ തന്നെ ഗ്ലിസറിനും ഞാൻ നേരത്തെ കാണിച്ചില്ല, റോസ് വാട്ടറും. ഗ്ലിസറിനും റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇത് ഈവനിങ് ടൈമിലൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് കിടന്നു പോകണം. എന്താണെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും, നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അത് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. നല്ലതാണ് കേട്ടോ. നമ്മൾ കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നല്ല വ്യത്യാസം വരും നമ്മുടെ സ്കിന്നിൽ. നമ്മുടെ ഫേസിലായാലും നമ്മുടെ കയ്യിലൊക്കെ ആണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പം അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. പിന്നെ ഉള്ളത് ലിപ് കെയർ ആണ് കേട്ടോ. ലിപ് കെയറിൽ എനിക്ക് എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ് കെയർ ഏതാണെന്ന് വെച്ചാൽ ഇത് ഈ മെലാലുമിന്റെ ലിപ് ലൈറ്റനർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാർമസി പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഇത് മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ അവൈലബിൾ ആണ്. ഇപ്പൊ നമുക്ക് ഓൺലൈനായിട്ട് അവൈലബിൾ ആണ് കേട്ടോ. ലിപ്പിലെ പിഗ്മെന്റേഷൻ കുറയ്ക്കാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലിപ് ബാം ആണ് കേട്ടോ. ലിപ്പ് നല്ലോണം ബ്രൈറ്റൻ ആക്കും. നമ്മൾ കുറച്ച് പ്രാവശ്യം യൂസ് ചെയ്യണം കേട്ടോ. ഒരു 1-2 ട്യൂബൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നല്ല റിസൾട്ട് വരും. ഒരു ട്യൂബൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് പിഗ്മെന്റേഷൻ കുറയുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പിഗ്മെന്റേഷൻ ഒക്കെ മാറ്റി നമുക്ക് നല്ല ലിപ്സ് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അത് ഫസ്റ്റ് വൺ. ഇത് പിന്നെ ഉള്ളത് ഈ ഫോക്സ് ടെയിലിന്റെ ഞാൻ റീസെന്റ് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയ ലിപ് ബാം ആണ്. ഇത് ചെറിയൊരു കളർ ഉണ്ട്. ഇത് കളറില്ലാത്തതാണ് കേട്ടോ. കളർലെസ് ആയിട്ടുള്ള ലിപ് ബാം ആണ്. ഇത് ചെറിയൊരു ഷെയ്ഡ് വരുന്ന പോലത്തെ കാണാൻ പറ്റുന്നുണ്ടോ ഇങ്ങനെ. പിന്നെ ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് SPF 30 ഉള്ള ലിപ് ബാം ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇത് മോർണിംഗ് ടൈമിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് ഓൾറെഡി ഉള്ള ടാൻ അല്ലാണ്ട് നമുക്ക് പുതിയതായിട്ട് ടാൻ ആവാണ്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരു SPF ഉള്ള ലിപ് ബാം നമ്മൾ യൂസ് ചെയ്യണം. എന്റെ ഹെയർ ഒന്ന് കെട്ടി വെക്കട്ടെ കേട്ടോ. ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് മുടി ഇങ്ങനെ എന്താ പറയാ, നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ ഹെയർ ഡ്രയർ ഒക്കെ വെച്ചിട്ട് ഉണക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഒന്നും ചെയ്യാറില്ല കേട്ടോ. അത് നാച്ചുറൽ ആയിട്ട് തന്നെ ഉണങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ വിട്ടേക്കാം. അതുപോലെ തന്നെ നനഞ്ഞ മുടി ഇങ്ങനെ കെട്ടി വെക്കാറില്ല. അതിപ്പോ ഭയങ്കര അസ്വസ്ഥത ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചാടി വരുന്നുണ്ട്. ഒന്ന് കെട്ടി വെക്കട്ടെ. അടുത്തത് ബോഡി കെയർ പ്രോഡക്റ്റ് ആണ് കേട്ടോ. ബോഡി കെയറിൽ മോയ്സ്ചറൈസേഴ്സ് ആണ്. ഇതിൽ 2-3 മോയ്സ്ചറൈസർ ഉണ്ട്. ഫസ്റ്റ് വൺ
ആയുറിന്റെ ഇപ്പൊ നല്ല അഫോർഡബിൾ റേറ്റിൽ കിട്ടുന്നതാണ് കേട്ടോ. നല്ല അഫോർഡബിൾ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതിന് 120 രൂപയുള്ളൂ കേട്ടോ. 200 മില്ലി 200 ml പ്രോഡക്റ്റിന് 120 രൂപയുള്ളൂ. ഇതിന് നല്ല നല്ല അഫോർഡബിൾ ആയിട്ടുള്ളതാണ്. അതല്ലെങ്കിൽ നല്ലതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ സ്കിന്നിൽ നന്നായിട്ട് വർക്ക് ചെയ്യും. എന്റെ ഭയങ്കര ഡ്രൈ സ്കിന്നാണ്. അപ്പം നന്നായിട്ട് വർക്ക് ചെയ്യുന്ന കേട്ടോ. അത് ഞാൻ യൂസ് ചെയ്ത് ഇപ്പിടെ കോലം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇത്രയും കൂടെ ഉള്ളൂ കേട്ടോ. എപ്പോഴും ഞാനിത് തീർന്നാലും റീസ്റ്റോക്ക് ചെയ്യും. നല്ലതാണ്. സ്മെല്ലും നല്ലതാണ് കേട്ടോ. പെട്ടെന്ന് അബ്സോർബ് ആവും. നമ്മുടെ എവിടെയെങ്കിലും തേച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതൊന്ന് അബ്സോർബ് ആവും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആയുർവേദ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോഡി ലോഷനാണ്. ഇങ്ങനെ ഡ്രൈ സ്കിൻ ആയിട്ടുള്ളവർക്കൊക്കെ നല്ലതാണ് കേട്ടോ. എൻ്റെ ഭയങ്കര ഡ്രൈ സ്കിന്നാണ്. ഡ്രൈ സ്കിൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു ഡ്രൈ എന്ന് പറഞ്ഞാൽ പോരാ, ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ഉണ്ടല്ലോ. ഇങ്ങനെ നമ്മൾ ഈ തണുപ്പ് കാലത്തൊക്കെ ഇങ്ങനെ മുരിച്ചിൽ ഇങ്ങനെ വരിക, അങ്ങനത്തെ ആ ഒരു ടൈപ്പ് ഓഫ് സ്കിന്നാണ് എൻ്റെ. അപ്പം നന്നായിട്ട് വർക്ക് ചെയ്യും കേട്ടോ ആയുർവേദ. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബോഡി ലോഷൻ. ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ സ്മെല്ലിന്റെ ഒക്കെ കാര്യത്തിൽ, സ്മെല്ല് കുറേ സമയം ലാസ്റ്റ് ചെയ്യും. അപ്പം അങ്ങനത്തെ ഒക്കെ കാര്യത്തിൽ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്ലമ്മിന്റെ ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ പൈസ കൊടുത്ത് മേടിച്ചിട്ടില്ല. ഞാൻ വേറെ പ്രോഡക്ട്സ് വാങ്ങിക്കുമല്ലോ. വേറെ പ്രോഡക്ട്സ് വാങ്ങിക്കുമ്പോൾ ഫ്രീബീസിൽ ഞാൻ ഇത് ഉണ്ടെങ്കിൽ ഇത് തന്നെ സെലക്ട് ചെയ്ത് വാങ്ങിക്കും. ഇത് എന്തെങ്കിലും ഉണ്ട് കേട്ടോ, വേറെ ഉണ്ട് കേട്ടോ, പൊട്ടിസും ഒക്കെ ഉണ്ടാവും. ഞാൻ നിലവിൽ കറന്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നൊക്കെ ഉണ്ടാവും. ഇത് കഴിഞ്ഞ ദിവസം എന്തോ എനിക്ക് ഫ്രീ കിട്ടിയതാണ്. ഇത് പൊട്ടിച്ചിട്ടില്ല കേട്ടോ. പൊട്ടിക്കാത്താണ്. ഇതൊന്ന് പൊട്ടിച്ചതാ കേട്ടോ. ഇത് ഞാൻ പൊട്ടിച്ചതാണ് കേട്ടോ. നല്ല സ്മെല്ലാണ് കേട്ടോ. നല്ലൊരു വനില കാരമലോടെ ആ സ്മെല്ലാണ് കേട്ടോ. ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറേ സമയം, നമ്മുടെ ഇപ്പൊ കയ്യിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ കുറേ സമയം ആ സ്മെല്ല് അങ്ങനെ തന്നെ നിൽക്കും. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അപ്ലൈ ചെയ്യാനും നല്ലതാണ്. സ്കിന്നിലേക്ക് പെട്ടെന്ന് അബ്സോർബ് ആവുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതിന് ഫ്രീ ബീസ് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ഇതിന്റെ വലുത് പർച്ചേസ് ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ഞാൻ എപ്പോഴും പർപ്പിളിൽ നിന്ന് തന്നെ വാങ്ങിക്കുന്നുണ്ട്. ഇത് എപ്പോഴും തന്നെ ഫ്രീ ആയിട്ട് ഉണ്ടാവും കേട്ടോ. ഞാനിങ്ങനെ വാങ്ങിക്കും. നല്ലതാണ് കേട്ടോ. സ്മെല്ല് അടിപൊളിയാണ്. കുറേ ടൈം ലാസ്റ്റ് ചെയ്യുന്ന സ്മെല്ലാണ് കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് ഒരു ഫാർമസി മോയ്സ്ചറൈസർ ആണ്. ഇത് റിമോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓർമ്മ കേട്ടോ. ഇതൊക്കെ ഏകദേശം തീരാനായ ഒരു ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ഫാർമസി മോയ്സ്ചറൈസർ ആണ്. ഞാൻ ഇതുപോലെ തന്നെ എന്താണ് ഭയങ്കരമായിട്ട് സ്കിൻ ഇങ്ങനെ ഡ്രൈ ആവുന്ന ഇഷ്യൂ ഒക്കെ വന്നിട്ട് ഒരു ഡോക്ടറെ കണ്ട സമയത്ത് ഡോക്ടർ റെക്കമെൻഡ് ചെയ്ത മോയ്സ്ചറൈസർ ആണ് കേട്ടോ. അപ്പൊ അതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ പ്ലമ്മിന്റെ ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പൊ എനിക്ക് അങ്ങനത്തെ പ്രശ്നമില്ല. ഭയങ്കരമായിട്ട് ഡ്രൈ ഒന്നും ആവുന്നില്ല. അതുകൊണ്ട് ഞാനിത് അങ്ങനെ റീപർച്ചേസ് ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഒരു നല്ലൊരു സാധാ ഒരു മോയ്സ്ചറൈസർ. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇതിപ്പം ഈ ഒരു ബോട്ടിൽ തന്നെ 400 എബോ റേറ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇത് തീർന്നു കഴിഞ്ഞാൽ എന്തായാലും റീപർച്ചേസ് ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ഡോക്ടർ റെക്കമെൻഡ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ. യൂസ് ചെയ്ത് തീരാറായി, ഏകദേശം തീരാറായിട്ടുണ്ട്. ഇത് സെറാമൈഡ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. സെറാമൈഡ് ബേസ്ഡ് ഫുൾ ബോഡി മോയ്സ്ചറൈസിംഗ് ലോഷൻ ആണ് കേട്ടോ. അപ്പൊ ഇത് എന്റെ ഒരു മോയ്സ്ചറൈസർ ആണ്. പിന്നെ ഇത് എന്റെ തക്കുടൂന്റെയാണ്. ഇപ്പൊ അടിച്ചു മാറ്റി ഞാനാണ് തേക്കുന്നത്. തക്കുടൂന് ഡോക്ടർ വേറെ അഫീനോ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് റെക്കമെൻഡ് ചെയ്തപ്പോൾ തക്കുടൂന് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് കേട്ടോ, ഹിമാലയയുടെ. അപ്പൊ ഞാനിത് അത് പുതിയതായിരുന്നു. യൂസ് ചെയ്യാൻ തുടങ്ങി തക്കുടൂന് ഒരാഴ്ച എന്തോ യൂസ് ചെയ്ത സമയത്താണ് നമ്മൾ ഡോക്ടറെ പോയി കണ്ടിട്ട് അവർക്ക് ഇങ്ങനെ ചൊറിച്ചിലുണ്ടായി, സ്കിന്നിൽ ഇങ്ങനെ ചൊറിയാൻ തുടങ്ങിയിട്ട് ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ അവീനോ യൂസ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് പുതിയതായിരുന്നു. ജസ്റ്റ് ഒരു 1 വീക്ക് പോലും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനത് തിരിച്ചു മാറ്റി. ഞാനത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇത്രയും കൂടി ഉള്ളൂ കേട്ടോ. ഇത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ ബേബി പ്രോഡക്ട്സും ഇതുപോലെ ക്രീമോ അല്ലെങ്കിൽ ലോഷനൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്കിൻ ഇങ്ങനെ ഭയങ്കര സോഫ്റ്റ്. നമുക്ക് അത് തൊടുമ്പോൾ തന്നെ ഇത് തേച്ച് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ തൊട്ട് നോക്കാൻ മനസ്സിലാവും. നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ബേബി സ്കിൻ എന്നൊക്കെ പറയും. അപ്പൊ അതുപോലെ നല്ലതാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതെന്താണെങ്കിലും ഞാൻ തീർന്നതിന് വേറെ എടുക്കുകയൊന്നുമില്ല. ഇത് ഓൾറെഡി തക്കതിന് വേണ്ടി എടുത്തതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് യൂസ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. നല്ലതാണ് കേട്ടോ. നല്ല സ്മെല്ലാണെങ്കിലും നല്ലൊരു ലൈറ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്. അപ്ലൈ ചെയ്യാനായിട്ട് നല്ല രസമാണ് കേട്ടോ. അപ്പൊ ഇത് നമ്മൾ തീർന്നു കഴിഞ്ഞാൽ ഞാൻ റീസ്റ്റോക്ക് ചെയ്യൊന്നുമില്ല കേട്ടോ. ഇത് റീസ്റ്റോക്ക് ചെയ്യില്ല, ഇത് റീസ്റ്റോക്ക് ചെയ്യില്ല, അത് റീസ്റ്റോക്ക് ചെയ്യില്ല. പക്ഷെ ഇതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് എന്നെക്കാളും ഇഷ്ടം പ്ലമ്മിന്റെ ആയതുകൊണ്ട് ഞാൻ പ്ലം വാങ്ങിക്കാന്ന് വിചാരിച്ചിരിക്കാൻ. പിന്നെ ഉള്ളത് ബോഡി വാഷ് ആണ്. ബോഡി വാഷ് ഈ പറഞ്ഞ പോലെ തന്നെ ഇത് ഗുഡ് വൈബ്സിന്റെ എക്സ്ഫോളിയേറ്റിംഗ് ബോഡി വാഷ് ആണ് കേട്ടോ. അപ്പം ഇത് ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഫ്രീ കിട്ടുന്ന സമയത്ത് ഞാൻ എപ്പോഴും സെലക്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഇത് എൻ്റെ കയ്യിൽ 2-3 കൂടെ ഉണ്ട് വേറെ. ഇത് ജനറലി എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. നമ്മുടെ സ്കിന്നിന് ജനറലി എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. പക്ഷെ എനിക്ക് യൂസ് ചെയ്തിട്ട് അങ്ങനെ സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നുണ്ടോ ഒന്നും അറിയത്തില്ല. പക്ഷെ ഇതുപോലെ തന്നെ ഇത് ഇട്ടിട്ട് നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് തോന്നും. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് ഉണ്ടാവും കേട്ടോ. അത് കുറേ സമയത്തേക്ക് തന്നെ ഉണ്ടാവും. ഇനി ഇതിന്റെ സ്മെല്ലാണെങ്കിൽ നല്ലൊരു എന്താ പറയുക, ഒരു സ്ട്രോബെറി കൈൻഡ് ഓഫ് സ്മെല്ലാണ് കേട്ടോ. ഏകദേശം അത് ഒരു ഫ്രൂട്ടി സ്മെല്ലാണ് കേട്ടോ. തീയാൻ പൊട്ടിച്ചിട്ടില്ല, പൊട്ടിക്കാത്തതാണ് കേട്ടോ.
പൊട്ടിക്കാത്തതും ഒക്കെ ഞാൻ പൊട്ടിച്ച് യൂസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഒരു പിങ്ക് കളറാണേ. നല്ല സ്മെല്ലാണ്. നല്ലൊരു സ്ട്രോബെറിയുടെ പൊട്ടിച്ചതല്ലേ ഒഴുകി പോകുന്നു. നല്ലതാണ് കേട്ടോ. നല്ലൊരു ബോഡി വാഷ് നോക്കുന്നുണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ട് വാങ്ങിച്ചോളൂ. നല്ലതാണ്. സ്മെല്ലും നല്ലതാണ്. അതുപോലെ തന്നെ നല്ല സ്മൂത്ത് ആവും. നമ്മുടെ സ്കിന്ന് നല്ല സ്മൂത്ത് ആവും കേട്ടോ. അപ്പം ഇത് എൻ്റെ ഫേവറേറ്റ് വണ്ണാണ്. ഞാൻ അടുത്തത് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോഡി വാഷാണ് കേട്ടോ. ലെക്സിൻ്റെ ഇത് സ്മെല്ല് അടിപൊളിയാണ്. അടിപൊളി അപ്പം എന്താ പറയുക ഒരു ഒരു ഫ്ലവേഴ്സിന്റെ കൈൻഡ് ഓഫ് സ്മെല്ലാണ്. എന്താ പറയുക, ഒരു ഡിവൈൻ സ്മെൽ എന്നൊക്കെ പറയില്ലേ. നമ്മുടെ കുറേ പൂക്കളൊക്കെ ഒരുമിച്ച് നമ്മൾ സ്മെൽ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും. അപ്പൊ അതുപോലത്തെ ഒരു സ്മെല്ലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ലെക്സിന്റെ വേറെ ഒരു 3-4 വേരിയന്റും കൂടി ഉണ്ടല്ലോ ബോഡി വാഷിൽ. പക്ഷെങ്കിൽ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബോഡി വാഷാണ് കേട്ടോ ഇത്. ഇത് നല്ല അഫോർഡബിൾ ആണ്. 99 രൂപ. 99 രൂപ ഉള്ളൂ കേട്ടോ ഇതിന്. 245 ml ആണ്. അപ്പം നല്ലതല്ല, നല്ല അഫോർഡബിൾ ആണ്. അപ്പം എന്റെ ഫേവറേറ്റ് ആണ്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ബോഡി വാഷാണ് കേട്ടോ ഇത്. അപ്പൊ ഇത് ഫേവറേറ്റ് വണ്ണാണ്. പിന്നെ എന്താ ഉള്ളത്? ഫേസ് വാഷിന്റെ കാര്യത്തിൽ ഒന്നും കൂടെ കാണിക്കാണ്ട് എപ്പോഴാണ് ഇത് ഇവിടെ ഇരിക്കുകയായിരുന്നു. ഇത് ഞാൻ വാങ്ങിയതല്ല, എനിക്ക് ഫ്രീ കിട്ടിയതാണ്. സിമ്പിളിന്റെ. ഞാൻ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്. എല്ലാവർക്കും അറിയായിരിക്കും. എല്ലാ ഇൻഫ്ലുവൻസേഴ്സും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും അവരുടെ സ്കിൻ കെയറിൽ കാണിക്കുന്ന ഒരു ഫേസ് വാഷാണ്. അപ്പൊ ഞാനിത് ഫസ്റ്റ് ടൈം ഫ്രീ കിട്ടിയ സമയത്ത് ഒന്ന് സെലക്ട് ചെയ്തിട്ട് നോക്കിയതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതെന്തായാലും റീപർച്ചേസ് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യാം. അതായത് നമ്മൾ ഇത് ഇട്ടിട്ട് നമ്മുടെ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു റിഫ്രഷ് ആയിട്ടുള്ള ഒരു ഫീല്. ഇതിനകത്ത് എഴുതിയേക്കുന്ന പോലെ തന്നെ റിഫ്രഷിങ് ഫേഷ്യൽ വാഷ് എന്നല്ല എഴുതിയേക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് നല്ല ഫ്രഷ് ആയതുപോലെ തോന്നും കേട്ടോ നമ്മുടെ ഫേസ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് റീപർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് എപ്പോഴും ഫ്രീ കിട്ടിയതാണ് കേട്ടോ. പിന്നെ ഉള്ളത് ഇതെന്റെ ഫുഡ് ക്രീമാണ് കേട്ടോ. നൈസ എന്ന് പറഞ്ഞിട്ട് RCMന്റെ ഒരു പ്രോഡക്റ്റ് ആണ്. RCMന്റെ കുറേ പ്രോഡക്റ്റ് ഉണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ് ഏതാണെന്ന് വെച്ചാൽ ഞാൻ ഈ ഫുഡ് ക്രീമാണ് കേട്ടോ പറയാ. സ്മെല്ല് നല്ല സൂപ്പറാണ്. ഇതൊക്കെ യൂസ് ചെയ്ത് തീരാറായിട്ടുണ്ടാവും. അതുപോലെ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഞാൻ. നമ്മുടെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് നമ്മുടെ ഉപ്പൂറ്റിയൊക്കെ എപ്പോഴും വീണ്ടും കയറും. അതുപോലെ തന്നെ മഴയാണെങ്കിൽ എൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇപ്പൊ നമ്മളിങ്ങനെ വെള്ളത്തിലൊക്കെ ചവിട്ടി നടക്കുകയാണെങ്കിൽ ഇങ്ങനെ വരാണ്ട് ഇടയ്ക്ക് തൊഴുകുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവാറുണ്ട്. അതിനെല്ലാം കൂടി ഈ ഒരൊറ്റ ക്രീം മതി കേട്ടോ. എല്ലാം പെട്ടെന്ന് നമ്മൾ ഒരു 2-3 ഇപ്പൊ ഉപ്പൂറ്റിയൊക്കെ ഭയങ്കര വണ്ടി ചെയ്തിരിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു 2-3 പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ തന്നെ അത് ഭയങ്കരമായിട്ട് മാറും കേട്ടോ. അങ്ങനെ അത്രയും പെട്ടെന്ന് റിസൾട്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. അപ്പൊ ആരെങ്കിലും ഇതുപോലെ തന്നെ ഉപ്പൂറ്റി വീണ്ട് കയറുക, അതുപോലെ തന്നെ നമ്മൾ ചില ചെരുപ്പൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കാലെ തൊലി പോവാന്നൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഫസ്റ്റ് ടൈം ചെരുപ്പൊക്കെ യൂസ് ചെയ്യുമ്പോൾ. അങ്ങനെ നമ്മുടെ ഫുഡിന് എന്തൊക്കെ പ്രശ്നമുണ്ടോ അതെല്ലാം സോൾവ് ചെയ്യാനായിട്ട് ഈ ഒരൊറ്റ ക്രീം മതി കേട്ടോ. ഇതിന്റെ ഒക്കെ ലിങ്ക് ഞാൻ കൊടുക്കാവേ. ഇതൊക്കെ നല്ലൊരു ഫുഡ് ക്രീം നോക്കുന്ന അഫോർഡബിൾ ആയിട്ടുള്ള 99 രൂപയുള്ളൂ. നമ്മൾ ഓൺലൈനിൽ വാങ്ങിക്കുമ്പോൾ കുറച്ചും കൂടെ ഡിസ്കൗണ്ട് നമുക്ക് കിട്ടും. അപ്പൊ നല്ലൊരു ഫുഡ് ക്രീം ഒക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇത് ഉറപ്പാണ്. എന്താണ് മസ്റ്റ് ബൈ ആണ്, മസ്റ്റ് ബൈ. അപ്പൊ ഇത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മുടെ എല്ലാം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഉപ്പൂറ്റി വേണ്ടത്, അതുപോലെ തന്നെ ഇങ്ങനെ വരണ്ട ഇടയ്ക്കൊക്കെ മഴക്കാലത്തൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ എന്തോ വളങ്കടി അങ്ങനത്തെ പ്രശ്നങ്ങൾ. പിന്നെ നമ്മുടെ ചെരുപ്പൊക്കെ ഇടുമ്പോൾ എനിക്ക് പുതിയതായിട്ട് ഏതൊരു ചെരുപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ ആ ചെരുപ്പിന്റെ ഇങ്ങനെ ഓരോ ഭാഗങ്ങളൊക്കെ കൊള്ളുന്ന സ്ഥലത്ത് ഇങ്ങനെ തുലിയൊക്കെ പോകും. അപ്പൊ അങ്ങനെയുള്ളതിനെല്ലാം അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഹൈലി റെക്കമെൻഡ്. പിന്നെ ഉള്ളത് എന്താണ്, ഇതൊരു ആക്നേക്ക് യൂസ് ചെയ്യുന്ന ഒരു ഓയിൻമെന്റ് ആണ് കേട്ടോ. ഇത് ഡോക്ടർ റെക്കമെൻഡഡ് ആണ്. ഇതിന്റെ പേര് ആക്നേസോൾ എന്ന് പറയുന്ന ഒരു ഫാർമസി പ്രോഡക്റ്റ് ആണ് കേട്ടോ. മെഡിക്കൽ സ്റ്റോറുകളൊക്കെ ഉണ്ടാവും, ഓൺലൈനിൽ ഉണ്ടാവുമോ എന്നുള്ളത് അറിയില്ല. നല്ലതാണ് കേട്ടോ. അപ്പം നമുക്ക് പിമ്പിൾസ് വരുന്ന സമയത്ത് സാധാ പിമ്പിൾസ് ഒക്കെ ആണെങ്കിൽ 1-2 ദിവസം ഹിമാലയയുടെ ഫേസ് വാഷ് ഇട്ട് വാഷ് ചെയ്യുമ്പോൾ എൻ്റെ അത് പോവാറുണ്ട്. ഇൻ കേസ് പോവാത്ത പിമ്പിൾസ് ആണ്, നല്ലോണം പെയിൻ ഒക്കെ നമുക്ക് ഇങ്ങനെ ചില പിമ്പിൾ വരുമ്പോൾ ഭയങ്കര പെയിൻ ആയിരിക്കുള്ളൂ. അപ്പൊ അങ്ങനത്തെ പെയിൻ ഒക്കെ ഉള്ള പിമ്പിൾസ് ആണെങ്കിൽ ഞാൻ ഇത് ഒരു 2 ദിവസം അപ്ലൈ ചെയ്യുമ്പോഴത്തേനും പിമ്പിൾ അങ്ങ് പോകും കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അങ്ങനെ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. എപ്പോഴും പിമ്പിൾസ് വരുമ്പോൾ യൂസ് ചെയ്യാറില്ല. നമുക്ക് നല്ലോണം പെയിൻ ഒക്കെ ഉള്ള, നമുക്ക് ഇൻഫെക്ഷൻ ആവുമെന്ന് തോന്നുന്ന പിമ്പിൾസ് ഒക്കെ ഉണ്ടാവുമല്ലോ, നല്ലോണം ഇങ്ങനെ പസ് നിറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ ഇത് ഞാൻ യൂസ് ചെയ്യും കേട്ടോ. അത് ഡോക്ടർ റെക്കമെൻഡ് പ്രോഡക്റ്റ് ആണ്. നന്നായിട്ട് പിമ്പിൾസ് മാറും കേട്ടോ. ആക്നേസോൾ എന്നാണ് കേട്ടോ പേര്. ഗവൺമെന്റിന്റെ പേര്. ഫാർമസി പ്രോഡക്റ്റ് ആണ്. മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ അവൈലബിൾ ആയിരിക്കും. പിന്നെ ഉള്ളത് എൻ്റെ ഒരു ഐ ക്രീമാണ്. ഞാൻ റീസെന്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയ ഡെർംഡോക്കിന്റെ നയാസിനിമഡ് ഐ ക്രീമാണ്. ഇതിപ്പോ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 2-3 വീക്സ് ഒരു 2-3 വീക്സ് ആയിട്ടുണ്ടാവും. ഒരു പകുതിയോളം തീർന്നിട്ടില്ല കേട്ടോ ആക്ച്വലി. കാരണം നമ്മൾ കുറച്ച് മതിയല്ലോ നമ്മുടെ എന്താണ് ഐക്ക് കണ്ണിന് ചുറ്റും മാത്രമല്ലേ നമ്മൾ ഇടുന്നുള്ളൂ. ഇത് യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ റിസൾട്ട് പറയാതെ ആയിട്ടില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാല് എനിക്ക് ഇവിടെയൊക്കെ നല്ലോണം ഡാർക്ക് സർക്കിൾ ഉണ്ട്. പിന്നെ ഈ ഒരു സൈഡിലൊക്കെ കുറച്ചൊരു ലൈറ്റ് ആയതുപോലെ തോന്നുന്നുണ്ട്. ഈ ഒരു സൈഡിൽ മാത്രം ഈ ഏരിയ ഉണ്ടല്ലോ,
കോർണറിലൊക്കെ കുറച്ച് ലൈറ്റ് ആയതുപോലെ തോന്നുന്നുണ്ട്. എന്നാലും ഞാൻ റിസൾട്ട് പറയുന്നില്ല. റിസൾട്ട് മീൻസ് പറയാനായിട്ടില്ല. ഈ ഒരു ട്യൂബ് തീരുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റുമായിരിക്കും ഡാർക്ക് സർക്കിൾ മാറുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ എന്തായാലും അത് നോക്കട്ടെ. പിന്നെ വേറെ ഉണ്ട് കേട്ടോ, ബ്യൂട്ടി ഓഫ് ജോയ്സൺ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചു. എനിക്ക് തീർന്നിട്ടേ ഉള്ളൂ എന്തായാലും. അപ്പം ഇത് തീർന്നിട്ട് അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഏതാണ് ബെസ്റ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പം അങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇത് എൻ്റെ ഐക്ക് ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ പ്രോഡക്ട്സ് എല്ലാം കാണിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ എന്തൊക്കെയാണ് കാണിച്ചത്? ലിപ് കെയറിന്റെ കാര്യത്തിൽ എൻ്റെ കയ്യിൽ 2 ലിപ് ബാമേ ഉള്ളൂ. പിന്നെ ബോഡി കെയർ, ബോഡി ലോഷനും ബോഡി വാഷാണ് കാണിച്ചത്. പിന്നെ ഉള്ളത് എൻ്റെ സ്കിൻ കെയർ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി കാണിക്കാനുള്ളത് എൻ്റെ ഹെയർ കെയർ പ്രോഡക്ട്സ് ആണ് കേട്ടോ. അപ്പം ഹെയർ കെയർ പ്രോഡക്ട്സും കൂടെ ഈ വീഡിയോയിൽ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഭയങ്കര ലെങ്ത് ആയിരിക്കും. അപ്പൊ ഞാൻ ഹെയർ കെയർ പ്രോഡക്ട്സ് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഞാൻ ഇന്ന് കാണിച്ചിരുന്ന പ്രോഡക്ട്സിന്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. ബൈ.